സാറേ OTP 9946. അമ്മയാണോ? എങ്ങോട്ടാ സാറേ പോണ്ടേ? അത് അതിൽ തന്നെ ഇല്ലേ? ഉണ്ട് സാറേ, എന്നാലും ഇത് കണ്ടപ്പോൾ ചോദിച്ചതേ ഉള്ളൂ. വണ്ടി എടുക്കാൻ സാറേ, ഇതൊക്കെ വേണോ? അവിടുത്തെ സ്ഥിതിയൊക്കെ വളരെ കഷ്ടമാണ്. നമ്മൾ പുറമെ കാണുന്ന പോലെയൊന്നുമല്ല. അത് തനിക്ക് എങ്ങനെ അറിയാം? ഞാൻ ഒത്തിരി ആളുകളെ പരിചയപ്പെടുന്നതല്ലേ സാറേ. ചില സാഹചര്യങ്ങളാണ് മനുഷ്യരെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കുന്നത്. എന്ത് സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞാലും അമ്മയെ വൃദ്ധസ്ഥാനത്തിലാക്കാമെന്ന് പറഞ്ഞാൽ എടോ, തനിക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഭാര്യയുടെ അമ്മയുടെ ഇടയിൽ കിടന്ന് ബുദ്ധിമുട്ടുന്ന ഭർത്താവിൻ്റെ അവസ്ഥ അത് അനുഭവിച്ചാലേ മനസ്സിലാവും. ശരിക്കും എന്താ സാറേ പ്രശ്നം? എന്നോട് പറയാൻ പറ്റാത്തതാണെങ്കിൽ വേണ്ട കേട്ടോ സാറേ. അതൊന്നും അല്ലടോ, അമ്മയും അവളും തമ്മിൽ ചേരില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല, നിവൃത്തികേട് കൊണ്ടാണ്. അമ്മ എന്നും അമ്മയാണ് സാറേ. ഭാര്യയുടെ മുന്നിൽ അമ്മ ഒരു ഭാരമാകരുത്. ഉപദേശിക്കാൻ എല്ലാവർക്കും പറ്റുമല്ലോ. ഞാൻ ഉപദേശിക്കുമൊന്നുമല്ല സാറേ, അതിനുള്ള വിവരമൊന്നും എനിക്കില്ല. പക്ഷേ സാറ് ഈ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ വണ്ടി വേഗം വിടാൻ നോക്ക്. അമ്മ മനസ്സ് കാണാണ്ടിരിക്കരുത് സാറേ. ഈ അമ്മ ഇപ്പോഴും മിണ്ടാണ്ടിരിക്കുന്നത് സാറിനുള്ള സ്നേഹം കൊണ്ടാണ്. ഈ നിറഞ്ഞൊഴുകുന്ന കണ്ണീരുണ്ടല്ലോ സാറേ, അത് പതിഞ്ഞാൽ പിന്നെ ജീവിതം പോക്കാ. ഒത്തിരി ജീവിതങ്ങൾ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞു പോയതാ. സാറൊന്ന് ഓർത്തു നോക്കിയേ, ഈ അമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടുണ്ടാവും സാറിനെ ഒന്ന് വളർത്തിയെടുക്കാൻ. മറക്കല്ലേ സാറേ, അമ്മ ഇല്ലാതാകുമ്പോഴേ അതിൻ്റെ വേദന മനസ്സിലാവൂ. ഞാൻ അനുഭവിക്കുന്നതാണ്. കുഞ്ഞു പ്രായത്തിൽ അമ്മയായിരുന്നു എല്ലാം, അല്ലേ സാറേ? അമ്മ എന്നടാ ഇവിടെ വന്നിരിക്കേ. അമ്മയ്ക്ക് ഒത്തിരി പണിയില്ലേടാ കൂട്ടാ. അമ്മ എവിടെ വന്നിരിക്കേ? ഈ കൊച്ചിൻ്റെ ഒരു കാര്യം. എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റിയല്ലടാ, ഇങ്ങോട്ട് വാ. അമ്മ, ഇന്ന് സ്കൂളിലൊരു സംഭവം ഉണ്ടായി. ടീച്ചർ ചോദിക്കായി നിങ്ങളുടെ റിയൽ ഹീറോ ആരാന്ന്. എന്നിട്ട് മോനെന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു എന്റെ റിയൽ ഹീറോ എന്റെ അമ്മയാണ്. നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീരൂടാ. അതിന് മോൻ നന്നായിട്ട് പഠിച്ച് വലിയൊരു ജോലി മേടിക്കണം. എന്നിട്ട് മോനൊരു കല്യാണം കഴിക്കണം. എനിക്കൊന്നും കല്യാണം വേണ്ട അമ്മേ. എന്റെ മോൻ വലുതായിട്ടൊക്കെ മതി. നമുക്ക് കുടുംബമൊക്കെ ആയി കഴിഞ്ഞാ ഈ അമ്മേനെ ഇറക്കി വിടോളെ. അതിനെ ഞാൻ രണ്ടാമത് ജനിക്കണം. അമ്മയല്ല എന്റെ റിയൽ ഹീറോ. നമുക്ക് കുടുംബമൊക്കെ ആയി കഴിഞ്ഞാ ഈ അമ്മേനെ ഇറക്കി വിടോളെ. അതിനെ ഞാൻ രണ്ടാമത് ജനിക്കണം. എടി, രക്ഷപ്പെട്ടടി. എന്തോരം കഷ്ടപ്പെട്ടെന്നറിയാവോ ഒന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട്. ഇനി ഒന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കണം. അത് തന്നെ. എടി, മണിയേട്ടൻ വന്നിട്ടുണ്ട്, ഞാൻ നിന്നെ പിന്നെ വിളിക്കാവേ. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല.
എൻ്റെ കണ്ണ് തുറപ്പിച്ചതിന്. ഒരു ലൈഫല്ലേ ഉള്ളൂ സാറേ, സന്തോഷമായിട്ടിരിക്കട്ടെ. ആരുടെയും മനസ്സ് വേദനിപ്പിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല. ഇതെന്ത് പറ്റി? ഇതെന്തിനാ തിരിച്ചു കൊണ്ടുവന്നേ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഇതെന്തിനാ തിരിച്ചു കൊണ്ടുവന്നേന്ന്? ഇതെൻ്റെ അമ്മയായതുകൊണ്ട്. അതിവിടെ പറ്റിയല്ലെന്ന് നമ്മൾ തീരുമാനിച്ചല്ലേ? ഇപ്പോഴേ ഇതാ തീരുമാനം. അപ്പൊ എന്റെ വാക്കിന് ഒരു വിലയില്ല അല്ലേ? എന്ത് തെറ്റാടി അമ്മ നിന്നോട് ചെയ്തത്? സ്നേഹിക്കാൻ മാത്രമേ ഈ പാവത്തിന് അറിയുള്ളൂ. അപ്പൊ ഞാനാ ഇവിടെ അധികം പറ്റ്. ശരി, ഞാനങ്ങ് ഒഴിവായി തന്നേക്കാം. മോനെ, അവള് പാവാ. അവളോട് വഴക്കിനൊന്നും നിൽക്കണ്ട. വല്ലാത്തൊരവസ്ഥയാണ് എൻ്റെ. മോൻ അകത്തേക്ക് ചെല്ലേ, അവളെ ഒന്ന് ആശ്വസിപ്പിക്കേ. എടി, നീ എവിടെ പോവാ? ഞാൻ എന്റെ വീട്ടിൽ പോവാ. എനിക്ക് വിലയില്ലാത്തടത്ത് പിന്നെ ഞാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. മോളെ, അനിതേ, അങ്ങനെ വഴിക്ക് വാ. അപ്പൊ എന്നെ പേടിയുണ്ട്. അനിതേ, എന്താ? വണ്ടിക്കുലിക്ക് വെച്ചോ. അങ്ങനെ ഇപ്പൊ ഞാനങ്ങ് പോകുന്നില്ല. അനിതേ, അതെ, നിന്റെ ഈ വാശിയും വൈരാഗ്യമൊക്കെ ആ പടിക്ക് പുറത്ത് വെച്ചിട്ട് വേണം അകത്ത് കയറാൻ. ഓ, ജീവിതത്തിലേ സമാധാന വലുത്. അത് മാതാപിതാക്കൾ ഒഴിവാക്കുമ്പോഴല്ല, അവർ കൂടെ ഉള്ളപ്പോഴാ. അമ്മയ്ക്ക് ഞാൻ കാപ്പി കൊണ്ടുവരാവേ. അവളൊരു പാവം കൊച്ചാ, കഥയില്ലാത്തവള്. നീ അവളെ പൊന്നു പോലെ നോക്കണം. ഒരമ്മയുടെയും അപ്പൻ്റെയും കണ്ണീർ വീണ് ഈ ഭൂമി നനയാതിരിക്കട്ടെ. മക്കൾക്ക് ഒരിക്കലും മാതാപിതാക്കൾ ഭാരമല്ല, അതൊരു അനുഗ്രഹമാണ്.